പൊതുനിരീക്ഷണം നടത്തിയാൽ പോരല്ലോ. കാരണം ആനയെ പിടികൂടി നടത്തുന്ന പരിശോധനയും ആനയെ നിരീക്ഷണത്തിലൂടെ കണ്ടെത്തുന്ന പരിശോധനയും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാകുമല്ലോ. സ്വാഭാവികം നമുക്ക് ഊഹിക്കാൻ കഴിയുന്ന ഒന്നാണല്ലോ. അല്ലാതെ അതിനകത്ത് മറ്റെന്തെങ്കിലും ഉണ്ട് എന്ന് നമ്മൾ പറയുന്നതും ചിന്തിക്കുന്നതും എത്രത്തോളം നല്ലതാണെന്ന് എനിക്കറിയില്ല. അല്ല, മറ്റ് റിപ്പോർട്ടുകളല്ലേ നോക്കാൻ പറ്റുള്ളൂ. റിപ്പോർട്ടുകൾ പരിശോധിക്കുക, ഒബ്സർവേഷനിൽ നിർത്തുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നിഗമനത്തിലെത്തുക. ആ നിഗമനം വിദഗ്ധ ഡോക്ടർമാരടങ്ങുന്ന വെറ്റിനറി സർജന്മാരടങ്ങുന്ന ഒരു സംഘമാണല്ലോ നടത്തിയിട്ടുള്ളത്. പക്ഷേ അത് എത്രത്തോളം 100% പെർഫെക്റ്റ് ആയിക്കൊള്ളണമെന്നില്ലല്ലോ. ഇല്ലില്ല, മൂവ്മെൻറ്റ് മാത്രമേ അറിയുള്ളൂ. ഇല്ലില്ല, കാരണം നിങ്ങൾ കണ്ടതാണല്ലോ. ആകെ എത്രയോ മണിക്കൂറുകൾക്ക് ശേഷമാണ് മയക്കുവെടി വെക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. മയക്കുവെടി വെച്ചപ്പോൾ തന്നെ അവിടെ ഒന്നാമത്തെ ഡോസ് കൊടുത്തപ്പോൾ തന്നെ സാധാരണ നിലയിൽ ഉണ്ടാകേണ്ട വിധത്തിലുള്ള അത് എഫക്റ്റ് ചെയ്തിട്ടില്ല എന്ന് നമുക്കെല്ലാവരും കണ്ടതാണ്. രണ്ടാമത്തെ ഡോസും കൂടി കൊടുത്തപ്പോഴും വലിയ ഇഫക്റ്റ് ഒന്നും കണ്ടില്ല. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് നമുക്കൊരു പുറത്തുനിന്ന് നോക്കുന്നൊരു മൂന്നാമതൊരാൾക്ക് തോന്നുന്നത് ആനയ്ക്കൊരു അസാധാരണ സ്വഭാവമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. കാരണം ഒരു ഉപദ്രവം ആർക്കും ചെയ്തില്ല. ഈ മയക്കുപിടി കൊണ്ടിട്ടും അതിങ്ങനെ മരവിച്ച് നിൽക്കുന്ന പോലെ ഇങ്ങനെ നിൽക്കുകയല്ലാതെ ഒന്നും ചെയ്തില്ല. അപ്പോൾ അത് അസാധാരണത്വം ദർശിക്കാൻ ആ ഘട്ടത്തിൽ പ്രേക്ഷകർക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഡോസേജ് സംബന്ധിച്ചുള്ള പരിശോധനകൾ നടക്കുമോ? അല്ല, പോസ്റ്റ്മോർട്ടത്തിൽ അതൊക്കെയാണല്ലോ தெரியும். ഡോസേജ് കൂടി പോയത് കൊണ്ടാണോ മറ്റെന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നോ? അല്ലാതെ ഞാൻ അതെല്ലാം നമ്മൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വിശദ പരിശോധനയിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ആ പരിശോധന സുതാര്യമായിരിക്കുമെന്ന ഉറപ്പ് മാത്രമാണ് ഇപ്പോൾ എനിക്ക് നൽകാനുള്ളത്. തീർച്ചയായും. കാരണം അതുകൊണ്ടാണ് ഉത്തരവ് ഉടനെ കൊടുക്കാത്തത്. അപ്പോൾ നമ്മൾ ഈ കാര്യത്തിൽ ചെയ്തത് എന്താണ്? ആദ്യം സാധാരണ പരമ്പരാഗത രീതി ഉപയോഗിച്ചുകൊണ്ട് ഈ കാട്ടാനയെ ഉൾക്കാട്ടിലേക്ക് അയക്കാൻ കഴിയുമോ എന്ന പരീക്ഷണമാണ് ആദ്യത്തെ 2 മണിക്കൂറിൽ നടന്നത്. അത് ഫലം കണ്ടില്ല എന്ന് വരുമ്പോഴേക്കും ജനങ്ങൾ അക്ഷമരായതുകൊണ്ട് മാത്രമല്ല, അതുകൊണ്ടാണ് പിന്നെ കുങ്കിയാനകളെ ഉപയോഗിച്ച് നമുക്ക് ഉൾക്കാട്ടിലേക്ക് അയക്കാൻ കഴിയുമോ എന്ന് പരീക്ഷിച്ചത്. അതുകൊണ്ടും ഫലമില്ല എന്ന് ഗ്രൗണ്ട് ലെവൽ യാഥാർത്ഥ്യത്തിൻ്റെ അടിസ്ഥാനത്തിലുമാണ് മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ഉത്തരവ് വനം വകുപ്പ് ആസ്ഥാനത്തു നിന്ന് നൽകിയത്. പക്ഷേ അത് കാലതാമസമായിട്ടാണ് എല്ലാവരും എടുത്തത്. മാധ്യമങ്ങൾ പോലും അങ്ങനെയാണ് എടുത്തത്. പക്ഷേ ഇപ്പം ചോദിച്ച ചോദ്യം ഇന്നലെ നിങ്ങൾ ചോദിക്കുമായിരുന്നില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കുക. കാരണം ഓരോ സന്ദർഭത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അത് ആരുടെയും കുറ്റമോ കുറവോ മനഃപൂർവ്വം എന്നല്ല ഞാൻ പറയുന്നത്. അന്ന് എന്തുകൊണ്ട് പിടിക്കുന്നില്ല, ഇന്നലെ എന്തുകൊണ്ട് പിടിക്കുന്നില്ല എന്നുള്ള ചോദ്യമായിരുന്നു. ഇന്നാണ് ഇത് സംഭവിച്ചില്ലായിരുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് പിടിക്കുന്നില്ല എന്നുള്ള ചോദ്യം കാലതാമസം ഉണ്ടായി എന്ന് തന്നെയായിരിക്കും ഫോക്കസ് ചെയ്യപ്പെടും. ഇന്ന് രാവിലെയും അതായിരിക്കും ഫോക്കസ് ചെയ്യപ്പെടുക. ഞാൻ ചില ചാനലിൽ അതാണ് കണ്ടത്. ഇന്ന് രാവിലെയും ഫോക്കസ് ചെയ്യപ്പെട്ടത് അല്ല, അത് പാഠമെന്ന് പറയാം. നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ അക്ഷമയും അക്രമാത്സകതയും കാണിക്കാതെ സാവകാശത്തിൽ ഓരോ നടപടിയും പൂർത്തീകരിച്ചുകൊണ്ട് ചെയ്യാനുള്ള സാവകാശം വനവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്താൽ അവർ ആത്മാർത്ഥമായി തന്നെ കർഷക താല്പര്യം സംരക്ഷിക്കാനുള്ള പ്രവർത്തനം നടത്തുമെന്ന ഉറപ്പാണ് എനിക്ക് ഈ ഘട്ടത്തിൽ നടത്താനുള്ളത്. കേര അതിർത്തിയിലേക്ക് മൂവ് ചെയ്യുന്നു എന്നുള്ള ഏതാണ്ട് പുലർച്ചെ 4-4:30 മണിയോടുകൂടി, അതുകൊണ്ടാണല്ലോ പെട്ടെന്ന് നമ്മളവിടെ എത്തിച്ചേർന്നത്. അല്ല, അതിൻ്റെ അകത്തൊരു പ്രശ്നമുണ്ട്. അവിടെ ഒരു ഗ്യാപ്പ് വരും. കേരള അതിർത്തിയിലേക്ക് കടക്കുമ്പോൾ റേഞ്ച് ഉണ്ടാവില്ല, നമുക്കും കിട്ടുക. കാരണം കണക്ഷൻ നമുക്കുണ്ട് ഇല്ലല്ലോ. അപ്പോൾ ആ ഒരു ഗ്യാപ്പ്, കുറച്ച് നേരത്തെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ അതിനകത്തൊന്ന് വീഴ്ച എന്നതിനെപ്പറ്റി പറഞ്ഞുകൂടാ. അത് സ്വാഭാവികം. നമ്മളിപ്പോൾ തന്നെ ഇവിടെ തന്നെ റേഞ്ച് കിട്ടാത്ത ചില സന്ദർഭങ്ങളുണ്ടാവില്ല. കാരണം കർണാടകയുടെ ഫോറസ്റ്റ് ഏരിയയെ കവർ ചെയ്തുകൊണ്ടായിരിക്കാം അവരുടെയും കേരള ഫോറസ്റ്റ് ഏരിയയെ കവർ ചെയ്തുകൊണ്ടായിരിക്കാം കേരളത്തിൻ്റെ സംവിധാനവും ഉണ്ടാവുക. അപ്പോൾ അതിനിടയ്ക്ക് വരുന്നൊരു ചെറിയ സമയമുണ്ട്. ആ സമയത്തെ വ്യത്യാസമല്ലാതെ വിവരം കിട്ടുകയും ഏതാണ്ട് 7 മണിയോടുകൂടി നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെല്ലാ സന്നാഹത്തോടും കൂടി അവിടെ എത്തണമെങ്കിൽ അതിൻ്റെ ഒരുക്കങ്ങൾക്ക് വേണമല്ലോ ഒരു മണിക്കൂറെങ്കിലും ഒരുക്കും, യാത്രാ സമയം കൂടി എടുക്കുമല്ലോ. ആ സമയമല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ലില്ല, ഈ കാറ്റഗറിയിലുള്ളവരെന്ന് മാത്രമാണ് ഇപ്പം ഞാൻ നിർദ്ദേശിച്ചത്. അത് ആലോചിച്ച് ഏറ്റവും മിടുക്കന്മാരായ ആളുകളെ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കണം. പിന്നെ ഒന്നെനിക്ക് ഈ കാര്യമൊന്നും ഇങ്ങനെ ഇത് മതിയോ, ഇതിനെ കുറച്ച് കൂടുതൽ ഔദ്യോഗിക കപ്പാസിറ്റിയുള്ള ആളുകൾ വേണമോ എന്നുള്ള കാര്യം ഒന്നുകൂടി ആലോചിച്ച ശേഷമേ. ഏതായാലും ഇപ്പോൾ 5 ഒരു വിദഗ്ധ സമിതിയെ നിയോഗിക്കണമെന്ന ധാരണയിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. വനംവകുപ്പിന് സാവകാശം നൽകാൻ എല്ലാവരും തയ്യാറാണ്. അതായത് ഇന്നലത്തെ നടപടിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് മിനിസ്റ്റർക്ക് തോന്നുന്നുണ്ടോ? ഇല്ലില്ല, ഇന്നലത്തെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള വനം വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുള്ള നടപടിയിൽ
പിന്നെ ഒരു പിഴവും സംഭവിച്ചില്ല എന്ന് തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെയും വിചാരം. എങ്ങനെ? അല്ല, എനിക്കാ വിവരം കിട്ടുന്നത് 7 മണിക്കാണ്. 7:00 6:45 കിട്ടുന്നത്. കാരണം ഞാൻ ട്രെയിനിലായതുകൊണ്ട് കിട്ടാതിരുന്നോന്ന് അറിയില്ല. ഞാനിവിടെ വന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് ആ വിവരം കിട്ടിയിരുന്നു. പക്ഷേ ഞങ്ങളുടെ ഓഫീസിൽ, എൻ്റെ ഓഫീസിൽ അതിന് നേരത്തെ വിവരം കിട്ടിയിരുന്നു. എൻ്റെ ഓഫീസിൽ നിന്നാണ് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുള്ളത്. ശരി.